നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് കഴിഞ്ഞ 4-5 ദിവസങ്ങളായി നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളിലുമൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞ ഒരു വിഷയമാണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ അതിട്ട് അലക്കേണ്ട കാര്യമുണ്ടോ എന്ന് പലരും ചോദിക്കും. ഇതാരെ അലക്കാൻ വേണ്ടിയല്ല, അതുകൊണ്ടാണ് നമ്മൾ 4 ദിവസം കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അലക്കാൻ വയ്യാഞ്ഞിട്ടാണ്, അലക്കേണ്ട കാര്യമില്ല. അതായത് മൊത്തത്തിൽ ഈ കലാരംഗത്തും അതോടൊപ്പം തന്നെ സാഹിത്യ രംഗത്ത് ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സെലിബ്രിറ്റികളായി മാറിയ ആൾക്കാർക്ക് അവരുടെ മുഖമുദ്രയായി പലരും കാണുന്നത് അവർക്കൊരു ധാർഷ്ട്യമുണ്ടെന്നാണ്. കുറേയൊക്കെ അസൂയയുടെ പേരിൽ പറയാം. കലാകാരന്മാരോട് ഇഷ്ടമാണെങ്കിൽ അവർക്ക് ലഭിക്കുന്നൊരു പോപ്പുലാരിറ്റിയും ഒക്കെ കൊണ്ട് അസൂയ ഉണ്ടാകാം. പക്ഷെ അതിനപ്പുറത്തേക്ക് അവരിലൊരു ധാർഷ്ട്യത്തിൻ്റെ മുഖമുണ്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലുണ്ടായ സംഭവം ഏവരും കണ്ടതാണ്. അത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ ഒരു വ്യക്തി മുൻകാലത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും പറഞ്ഞിട്ടുള്ള സംഭാഷണങ്ങളും ഒക്കെ തന്നെ ഇതിന് ഈ വിവാദത്തിലൂടെ വീണ്ടും വരും. ശരിക്കും പറഞ്ഞാൽ വളരെ വസ്തുനിഷ്ഠമായി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ അത്തരം വ്യക്തികളുടെ കലാരംഗത്തേക്കുള്ള അവരുടെ പ്രയാണത്തിന് തന്നെ അവരുടെ ഈ സ്വഭാവം ഒരു തടസ്സം സൃഷ്ടിക്കും. ഉറപ്പായിട്ടും അതവരെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പോൾ രമേശ് നാരായണൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ആസിഫ് അലി ഒരു നടനെന്ന രൂപത്തിൽ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിലും എത്രയോ സ്ഥാനം അദ്ദേഹത്തിന് ഇപ്പോൾ മലയാളികളുടെ മനസ്സിൽ ലഭിച്ചു ഈ ഒരൊറ്റ സംഭവത്തിലൂടെ. അദ്ദേഹത്തിൻ്റെ വിനയം കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു ചിരിയെ വരെ ആൾക്കാർ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തുടങ്ങി. ആസിഫ് അലി മലയാള സിനിമയിലെ ഒരു വലിയ തരംഗമായി മാറാൻ പോവുകയാണ്, യാതൊരു സംശയവുമില്ല. ഈ വിനയം കൊണ്ട് മാത്രം. ശരിയാണ്. അതുപോലെ മറ്റദ്ദേഹത്തിൻ്റെ സംഗീത സംവിധായകന് ഈ കലാരംഗത്ത് ചില തിരിച്ചടികൾ നേരിടാം. അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം അവിടെ അറിഞ്ഞോ അറിയാതെയോ കാട്ടിയ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പറയാൻ ആരെയും പുകഴ്ത്താനോ ഇകഴ്ത്താനോ നമ്മൾ ശ്രമിക്കുന്നില്ല. മൊത്തത്തിൽ സെലിബ്രിറ്റികൾക്ക് അങ്ങനെ ഉണ്ടോ? എന്തെങ്കിലും അനുഭവം അനീഷിനുണ്ടോ? അനുഭവം ഉണ്ട് സാർ, ഒരുപാടുണ്ട്. കാരണം ഇപ്പം ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ പേരെടുത്ത് പറയുന്നത് മോശമാണ്. നമ്മൾ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. എങ്കിലും ചില ആൾക്കാരുടെ അടുത്തെങ്കിലും നമ്മളിപ്പോൾ എന്തായാലും ഇവരുടെ അടുത്ത് ചെന്നിട്ട് ഇന്ന് ചായ കുടിച്ചോ അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് വിശേഷം ഒന്നും ചോദിക്കാനല്ല പോകുന്നത്. അങ്ങനെ പോയിട്ടുമില്ല, ഇതുവരെ ഒരു സെൽഫി ആരെ കൂടി എടുത്തിട്ടുമില്ല. ആകെ പോകുന്നത് നമ്മളൊരു മയക്കുമായിട്ടായിരിക്കും. അത് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കും, നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിനായി. അനുബന്ധമായി ഒന്നുകൂടെ പറഞ്ഞോട്ടെ, നമ്മൾ ആരെയാണോ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നതെങ്കിൽ ആരുടെയാണോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പോകുന്നത്, അവർക്ക് പറയാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും അവരോട് നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളെ സംബന്ധിച്ചും നല്ലവണ്ണം പഠിച്ചതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. ഉറപ്പായിട്ടും. അല്ല രാവിലെ എന്ത് കഴിച്ചു അങ്ങനൊന്നും ചോദിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ആരും പോകുന്നത്. അല്ല, ഒരിക്കലും അല്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പലരും നമുക്ക് തിരിച്ചു തരുന്നൊരു പ്രതികരണം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടായിരിക്കും. അത് ഇപ്പം മിക്കവാറും അവർ ക്ഷണിച്ചിട്ട് പോകുന്ന സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പോലും നമ്മൾ അവർ ചെല്ലുമ്പോൾ നമുക്ക് സാധാരണ നമ്മളിപ്പോൾ 2 മാധ്യമപ്രവർത്തകർ തമ്മിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും 2 പേർ തമ്മിൽ സംസാരിക്കുമ്പോൾ പരസ്പരം കൊടുക്കുന്ന ഒരു ബഹുമാനം ഉണ്ടല്ലോ. ഇനി മാധ്യമപ്രവർത്തകരൊക്കെ നമുക്ക് വിടാം, സാധാരണ മനുഷ്യരോട് സംസാരിക്കും. പറഞ്ഞതാണ് അതിൻ്റെ കാര്യം. ഒരു ബഹുമാനം നമ്മൾ കൊടുക്കണ്ടേ മറ്റൊരാളിന്? വേണം. നമ്മൾ വലിയവനാണെന്ന രൂപത്തിലേക്കുള്ള ഒരു പെരുമാറ്റം ശരിയാണോ? അത് നമ്മളിപ്പോൾ മാധ്യമരംഗത്ത് ഞാൻ 40 വർഷം പൂർത്തിയാക്കി. 40 വർഷം മാധ്യമരംഗത്ത് പൂർത്തിയാക്കി. ഇപ്പോഴും 40 വയസ്സെന്ന് പറഞ്ഞാണ് നടക്കുന്നത്. അത് പറയാൻ അപ്പോൾ 40 വർഷം പൂർത്തിയാക്കണമെങ്കിൽ എത്രയോ സെലിബ്രിറ്റികളെ ആകാശവാണിയിൽ ഞാൻ അനൗൺസറായിട്ട് ജോലി നോക്കുമ്പോഴും ഏഷ്യാനെറ്റിലൊരു പ്രോഗ്രാം ഡയറക്ടറായി ജോലി നോക്കുമ്പോഴും ഇപ്പോൾ പ്രവാസി ഭാരതിയുടെ മിക്കവാറും കാര്യങ്ങൾ നോക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് പ്രവർത്തിക്കുമ്പോഴും എത്രയോ മഹാന്മാരായ കലാകാരന്മാരുമായി സംസാരിക്കാൻ, അഭിമുഖം നടത്താൻ നമുക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്, ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. മനസ്സിലാക്കാതെ. അപ്പോൾ അതിൽ ഈവൻ ഏറ്റവും പ്രായം കൂടിയ സംഗീത സംവിധായകനായ വി ദക്ഷിണാമൂർത്തി സ്വാമിയാണ് നമ്മളിപ്പോഴും ഓർക്കുന്നത്. ദുബായിൽ ഏഷ്യാനെറ്റിൻ്റെ ഒരു ചെറിയ മുറിക്കകത്ത്, അന്ന് ഏഷ്യാനെറ്റിൻ്റെ ചെറിയ സ്റ്റുഡിയോകളാണ്, അവിടെ അദ്ദേഹം വന്നിരുന്ന് നമ്മോട് സംസാരിച്ചത് എന്ത് വിനയത്തോടെയാണ്. നമ്മളോടുള്ള വിനയമല്ല, മൊത്തത്തിൽ സ്വതസിദ്ധമായ ഒരു വിനയമാണ്. ദക്ഷിണാമൂർത്തി സ്വാമിയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ മാധ്യമരംഗത്ത് പലരും, പിന്നെ ഒരു സിനിമ നടന് നമ്മളൊരിക്കൽ അദ്ദേഹം ഒരു നാടക നടനും ഒരു നാടക ഫാമിലിയൊക്കെയാണ്. അദ്ദേഹത്തെ നമ്മൾ ലോക നാടക ദിനത്തിന് ഒരു 2 വരി സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി വിളിച്ചു. ടെലിഫോണിൽ വിളിച്ചു. നമ്മൾ തിരുവനന്തപുരം ഓഫീസിൽ നിന്നാണ് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്താണ് നിങ്ങൾ നൽകുന്ന പ്രതിഫലം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ലോക നാടക ദിനത്തിന് അദ്ദേഹത്തിന് ഒരു നാടക കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്, സിനിമാ നടനാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ
ഒരു 2 വരി ലോക നാടക ദിനത്തിൻ്റെ സന്ദേശമായിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം നമ്മളോട് പ്രതിഫലം ചോദിച്ചു. സാർ, നമുക്ക് ഇതിനൊന്നും പ്രതിഫലം കൊടുക്കാൻ പറ്റില്ല. ഒരു പെർഫോമൻസിനാണെങ്കിൽ നമ്മൾ പ്രതിഫലം കൊടുക്കും. ഇവിടെ വന്ന് ഇപ്പോൾ ഒരു 2 വോയിസ് എടുക്കുന്നു, ഒരു പരസ്യത്തിൻ്റെ വോയിസ് എടുക്കുന്നു, ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ വിഷ്വൽ റേഡിയോയിൽ വന്നിട്ട് ഒരു പെർഫോം നടത്തുന്നു, നമ്മൾ അതിന് അർഹിക്കുന്ന നമ്മളെ കൊണ്ട് പറ്റുന്ന പ്രതിഫലം നമ്മൾ കൊടുക്കും. പക്ഷേ ഇതുപോലെ നമ്മൾ ചോദിച്ചിട്ടില്ല ഇന്ന് വരെ ആരും. അതുപോലെ മറ്റൊരു ഒരു ചലച്ചിത്ര സംവിധായകൻ, അദ്ദേഹം എനിക്ക് പരിചയമുള്ള ആളാണ്. അദ്ദേഹം നമ്മുടെ തന്നെ മാധ്യമരംഗത്തൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്, ഞാൻ ജോലി ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു, ഒരു ഓണത്തിന് ഒരു ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ചോദിച്ചു. അപ്പോഴാദ്യം അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ അവസാനം ചോദിച്ചു, എനിക്ക് എന്ത് കിട്ടും ഞാൻ വന്നാൽ, എനിക്ക് എന്താണ് നേട്ടം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, 5-6 പാട്ട് നമ്മളെ ശ്രോതാക്കൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതിന് നിങ്ങൾക്കൊന്നും തരാൻ നമ്മുടെ കയ്യിലില്ല. വേറെ നമുക്ക് വയലാർ അവാർഡ് നേടിയ ഒരു എഴുത്തുകാരൻ, ആ വയലാർ അവാർഡ് നേടിക്കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് രാവിലെ മുതൽ നമ്മൾ തിരുവനന്തപുരം ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി നമുക്കന്ന് എഴുത്തുപുര എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റ് ഉണ്ട് സർഗജാലത്തിൽ. സാഹിത്യ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്ന അപൂർവം ചില റേഡിയോകളുടെ പട്ടികയിൽ ഒന്നാണ് പ്രവാസി ഭാരതി. മനസ്സിലാക്കണം, ആകാശവാണി അല്ലാതെ വേറെ ഒരു പ്രൈവറ്റ് നിലയങ്ങളും സാഹിത്യ പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നില്ല. കാരണം അതിനൊന്നും മാർക്കറ്റില്ല. അത് ചെയ്ത് പരാജയപ്പെട്ടവരാണ് നമ്മൾ. അതിൽ എഴുത്തുപുര എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റിലേക്ക് വേണ്ടിയാണ് നമ്മൾ വിളിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നിപ്പോൾ തിരക്കാണ്, നിങ്ങൾ എന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കുമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വീണ്ടും 2 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കുമെന്ന്. 2 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചു. പിന്നെയും കുറച്ച് കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. എപ്പോഴും ഉച്ചയായി. അങ്ങനെ എല്ലാം കൂടി ഒരു 10-12 തവണയോളം വിളിച്ചു. അവസാനം നിങ്ങൾ രാത്രി 8 മണിക്ക് ശേഷം വിളിക്കുമെന്ന് പറഞ്ഞു. 8 മണിക്ക് ശേഷം വിളിച്ചു. അപ്പോഴീ വിളിക്കുന്ന ആൾ ഒരു സൗണ്ട് എഞ്ചിനീയറും മറ്റൊരു ആർട്ടിസ്റ്റുമാണ് വിളിക്കുന്നത്. വിളിച്ചപ്പോൾ ഇദ്ദേഹം എടുത്തന്നെ ചോദിച്ചു, എൻ്റെ ഈ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പാവപ്പെട്ടവൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇല്ല സാർ, വായിച്ചിട്ടില്ല. നമുക്ക് എഴുത്തുപുര എന്നുള്ള സാറിൻ്റെ എഴുത്തിൻ്റെ മേഖലകളെക്കുറിച്ച് 2-3 വരിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ മതി. ഞങ്ങൾക്കൊരു സാഹിത്യ പരിപാടിയുണ്ട്. ആ സാഹിത്യ പരിപാടിയിൽ വയലാർ അവാർഡ് ജേതാവ് എന്നുള്ള നിലയ്ക്ക് അങ്ങയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഉദ്ദേശം. എൻ്റെ പുസ്തകം വായിക്കാത്ത നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. അതായത് പുള്ളി ഉദ്ദേശിച്ചത് ഈ സൗണ്ട് എഞ്ചിനീയറുമായിട്ട് മാത്രം സംസാരിക്കണമെന്നായിരിക്കും. കാരണം നമ്മളെ കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രക്ഷേപണം ചെയ്യുന്നത്. അതെ 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 അല്ലാതെ ഒരു സൗണ്ട് എഞ്ചിനീയർക്ക് വേണ്ടിയിട്ടല്ല. അല്ലല്ല. പിന്നെ ഒരു സൗണ്ട് എഞ്ചിനീയറോ അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരു എഴുത്തുകാരനെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും നമ്മൾ വായിക്കും. മാത്രമല്ല, ഇപ്പോൾ വയലാർ അവാർഡ് കിട്ടിയൊരു പുസ്തകം അപ്പോഴും തന്നെ ചിലപ്പോൾ ഇരിക്കുന്ന ഒരാൾ വായിച്ചു കൊള്ളണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ മേഖലകളാണ് നമ്മൾ ചോദിച്ചത്. ഒരു 5 മിനിറ്റ് പ്രോഗ്രാമാണ്. അതിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു ബൈറ്റ് നമ്മൾ പറയും. ഇപ്പം ആധുനിക കാലത്ത് ബൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. ഒരു വോയിസ് ഓവറാണ്, ഒരു വോയിസാണ് നമ്മൾ ചോദിച്ചത്. അത് തന്നില്ല. അത് കൊടുക്കാനാണല്ലോ നമ്മൾ. അതുപോലെ മറ്റൊരു സംഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അത് ഒരു റിട്ടയർഡ് സെലിബ്രിറ്റിയാണ്. അദ്ദേഹം മുമ്പ് സിനിമയിൽ പാടിയിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ളതാണ്. എനിക്ക് ആകാശവാണിയിൽ വെച്ച് അറിയാവുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പം വളരെ സാമ്പത്തികമായിട്ട് അറിയാലോ, റിട്ടയർഡ് ഗായകർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഗൾഫ് രാജ്യത്ത് അദ്ദേഹത്തിന് ഒരു പ്രോഗ്രാം കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം വന്നു. കാരണം രക്ഷപ്പെടല്ലോ, ഒരു പഴയ പാട്ടുകൾ പാടും, പഴയ പാട്ടേ പാടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഗൾഫ് രാജ്യത്ത് ഒരു പ്രോഗ്രാം കൊടുക്കണമെങ്കിൽ ആദ്യം ഗൾഫിലുള്ള ആളുകളൊന്നും അറിയണ്ടേ ഇദ്ദേഹത്തെ അറിയില്ലല്ലോ, പഴയ ആളല്ലേ. അപ്പോൾ ഞാൻ നമ്മുടെ തിരുവനന്തപുരം ഓഫീസിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തെ ഒന്ന് വിളിച്ചിട്ട് നമ്മുടെ റേഡിയോയിൽ ഇൻ്റർവ്യൂ ആദ്യം എടുക്കണം. അദ്ദേഹത്തിൻ്റെ പാട്ടും പിന്നെ ആദ്യകാലത്തെ ഗാനങ്ങളും അദ്ദേഹം സിനിമയിൽ പാടിയ ഒരു പാട്ട്, 2 പാട്ടുണ്ട്, ആ പാട്ടുമൊക്കെ കേൾപ്പിച്ചൊരു പ്രോഗ്രാം അദ്ദേഹത്തെ കണ്ട് എടുപ്പിച്ച് നമുക്ക് കൊടുത്തിട്ട്, അപ്പോൾ അദ്ദേഹം ഗൾഫിലുള്ളവർ കുറച്ച് പരിചിതനാവും. എന്നിട്ട് നമുക്ക് ഗൾഫിലുള്ള ഏതെങ്കിലും സംഘടനകളുടെ പറഞ്ഞ് അദ്ദേഹത്തെ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരം ഓഫീസിൽ നിന്ന് വിളിച്ചു. പുള്ളി വലിയ തുക ചോദിച്ചു പറഞ്ഞു, ഇത് കിട്ടിയത് കൊണ്ട് എനിക്ക് എന്താ ഗുണമെന്ന് ചോദിച്ചു. അപ്പോൾ എടുത്ത പ്രൊഡ്യൂസർ പറഞ്ഞു, സാറിന് മാത്രമേ ഗുണമുള്ളൂ, സാറിൻ്റെ ഗുണത്തിന് വേണ്ടിയാണ് ചെയ്തത്, സാറിന് അത് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ അനുഭവങ്ങളാണ്. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, മലയാളത്തിലെ പ്രഗത്ഭരായ എഴുത്തുകാർ ധാർഷ്ട്യമുഖമുദ്രമാക്കിയവരുണ്ട്, ഉണ്ട്. ഗാനരചയിതാക്കളുണ്ട്, സംഗീത സംവിധായകരുണ്ട്, ഗായകരുണ്ട്. ഇവരൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് ഒരൊറ്റ നിമിഷം മതി അവരുടെ കരിയറിലെ ചെറിയ ഒരു ബ്ലാക്ക് മാർക്ക് വീഴാൻ. കാലമൊക്കെ മാറിയില്ലേ സാർ? കാലം ഒരുപാട്. നമ്മളെല്ലാവരും ഇങ്ങനെ ഓഡിറ്റ് ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ വിക്കിപീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം ആ സംഗീത സംവിധായകൻ്റെ വിക്കിപീഡിയ പേജിൽ വരെ വന്നിട്ടുണ്ട്. അതെ, മനസ്സിലാക്കണം. ഇത് സംഭവം നടന്നിട്ട് ഇപ്പോൾ 4 ദിവസം 5 ദിവസം ആയിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വിക്കിപീഡിയയിലെ പേജ് എടുത്തു കഴിഞ്ഞാൽ ആ പേജിൽ ഈ പറഞ്ഞത് ഒരു മാർക്കായിട്ട് വന്നിട്ടുണ്ട്. അല്ല 2 ദിവസമല്ല, പിറ്റേ ദിവസം രമേശ് നാരായണൻ മാപ്പ് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തി. അല്ല, അതുകൊണ്ട് തന്നെ ഇനി അതിനെ സംബന്ധിച്ചിട്ട് വിവാദത്തിന് ആവശ്യമില്ല. പക്ഷേ ഈ പത്രസമ്മേളനം നടത്തി ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തലേ ദിവസം വന്ന വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ തെറ്റായിരുന്നു. കാരണം 4 വശത്തും ക്യാമറയുണ്ട്. അവിടെയാണ് 360 ഡിഗ്രിയിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
അവിടെയാണ് ഇതിൻ്റെ കാര്യം. ഇനി എത്ര നമ്മൾ തിരുത്തിയാലും എത്ര നമ്മൾ ന്യായീകരിച്ചാലും അതിൻ്റെ വസ്തുത ജനത്തിന് മനസ്സിലായി കഴിഞ്ഞു. മനസ്സിലാവും. അത് ആ സ്റ്റേജിൽ നിന്നവർക്ക്, അവിടെ ആ വേദിയിൽ കണ്ടോണ്ടിരുന്നവർക്ക് മനസ്സിലായി, ഇത് കേട്ടറിഞ്ഞവർക്ക് മനസ്സിലായി. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ മനസ്സിലാക്കി വരുന്നു. അതുകൊണ്ട് ഈ ഒരു പരിപാടി നമ്മൾ എടുത്തത് വാസ്തവത്തിൽ ആരെയും അലക്കാൻ വേണ്ടിയല്ല. ദയവായി ഒരു കാര്യം കൂടി നമ്മൾ കുറച്ചുകൂടി പ്രായം ചെന്ന സെലിബ്രിറ്റികളെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പഴയകാല ഗാനം ആസ്വദിക്കുന്ന ഒരു തലമുറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇടയ്ക്ക് വേറൊരു കവിയുടെ ഒരു കവിതയെ സംബന്ധിച്ച് ഒരു ചർച്ചയിൽ വന്നിരുന്നല്ലോ. താങ്കളുടെ ഒരു കവിത കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, താങ്കൾക്ക് ഇനിയും കവിതകൾ എഴുതിക്കൂടെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്തെന്നാണ്, മനസ്സില്ല എന്നായിരുന്നു. സൗകര്യമില്ല എന്ന് പറഞ്ഞു. മനസ്സിലാക്കണം, അന്നത്തെ കാലത്ത് വളരെയധികം പ്രാഗൽഭ്യം തെളിയിച്ച, വളരെയധികം സെലിബ്രിറ്റി ലെവലിലേക്ക് നിന്നിരുന്ന അത്തരം കവികളുടെയും അത്തരം ഗാനരചയിതാക്കളുടെയും അത്തരം ഗായകരുടെയും സൃഷ്ടികൾ ആസ്വദിക്കുന്ന ഒരു തലമുറ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത തലമുറ ഇവരെ ആരെയും അംഗീകരിക്കില്ല, ഉറപ്പായിട്ടും. അതുകൊണ്ട് ആരും അംഗീകരിക്കില്ല. ഒരു പഴയ പാട്ടൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അത് ഇതേ അവസ്ഥ തന്നെയായിരിക്കും ഇപ്പോഴത്തെ വലിയ സൂപ്പർ താരങ്ങളുടെ അവസ്ഥ ഉണ്ടാകുന്നത്. കാരണം ഒരു കേന്ദ്രമന്ത്രിയായപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്, ഞാനിനി വരണമെങ്കിൽ പൈസ തരണം. അത് ഒന്ന് ആലോചിച്ച് നോക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ അദ്ദേഹം ഇതിലേക്ക് വരണ്ടായിരുന്നല്ലോ, അവിടെ തന്നെ നിന്നാൽ പോരായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ വാക്കുകൾ വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. പ്രത്യേകിച്ച് ഒരല്പം പോപ്പുലർ ആയിക്കഴിഞ്ഞാൽ, നമ്മളെപ്പോലെ പാവങ്ങൾക്ക് കുഴപ്പമില്ല, പോപ്പുലർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ സെലിബ്രിറ്റി എന്ന് പറഞ്ഞ ഒരു ഇമേജ്, അത് സെലിബ്രിറ്റി ആയവരുണ്ട്, കഴിവുകൾ കൊണ്ട് സെലിബ്രിറ്റി ആയവരുണ്ട്, സെലിബ്രിറ്റിയുടെ ആദ്യത്തെ പടിയിൽ ചവിട്ടി നിൽക്കുന്നവരുണ്ട്, സ്വയം സെലിബ്രിറ്റിയാണ് എന്ന് ധരിക്കുന്നവരുണ്ട്. ഇവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഇത്തരത്തിലൊരു ധാർഷ്ട്യമുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, കലാകാരൻ എപ്പോഴും വിനയാന്വിതനായിരിക്കണം. മാത്രമല്ല സാർ, ഈ കൈയടിച്ച കൈക്ക് തന്നെ കല്ലെറിയും ആൾക്കാരും. അത് എവിടെയെങ്കിലും നമ്മളിൽ ഒരല്പം ധാർഷ്ട്യമോ ഒരല്പം ആവശ്യമില്ലാത്ത സ്ഥലത്ത് അസ്ഥാനത്ത് നമ്മുടെ ദേഷ്യമോ വന്നാൽ അത് തീർച്ചയായിട്ടും ജനം പ്രതികരിക്കും. ഏറ്റവും നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് കലാകാരന്മാരും അവരുടെ ധാർഷ്ട്യം കൊണ്ട് മാത്രം, അവരുടെ പെർഫോമൻസിനോട് ആർക്കും എതിർപ്പില്ല. അവരെ ആ രംഗത്ത് അതിജീവിക്കാൻ അല്ലെങ്കിൽ കടത്തിവിട്ടാൻ മറ്റൊരാളില്ല, സമ്മതിക്കുന്നു. അവരെല്ലാമാണ്, സംഗീത രംഗത്തെല്ലാമാണ് പലരും. പക്ഷെ എന്നിരുന്നാൽ പോലും അവരുടെ കലാസൃഷ്ടികളെ പോലും ക്ഷയിപ്പിക്കത്തക്ക തരത്തിൽ, ആ കലാസൃഷ്ടികളെ പോലും മനുഷ്യൻ്റെ മനസ്സിന് വിസ്മരിപ്പിക്കത്തക്ക തരത്തിൽ ഇവരുടെ ധാർഷ്ട്യം അവരുടെ കരിയറിൽ തീർച്ചയായിട്ടും കടുത്ത പാടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഉറപ്പായിട്ടുണ്ടാകും. ആ പാടുകൾ ഒരിക്കലും ചിലപ്പോൾ മായ്ക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അല്ല, എത്രയോ വലിയ മഹാഗായകന്മാരെ കുറിച്ച് നമ്മുടെ പിള്ളേരെല്ലാവരും പറയുന്നുണ്ട്. അദ്ദേഹം വലിയ ഗായകനായിരിക്കും, നല്ലൊരു മനുഷ്യനല്ല. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? പക്ഷെ അതേ സമയത്ത് പ്രേം നസീറിനെ കുറിച്ച് ഇപ്പോഴും അങ്ങനെയല്ല. വർഷങ്ങൾ എത്ര പിന്നിട്ടു, അദ്ദേഹം നമ്മളിന്ന് വിട്ടുപോയിട്ട് വർഷങ്ങൾ എത്ര പിന്നിട്ടു. ഇന്നും വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് പ്രിയങ്കരനാണ് പ്രേം നസീർ. അദ്ദേഹത്തിൻ്റെ അഭിനയ പാടവം കൊണ്ടല്ല, മനസ്സിലാക്കണം. അദ്ദേഹം മനുഷ്യനോട് മനുഷ്യനായി തന്നെ പെരുമാറിയതുകൊണ്ടാണ്. നമുക്കത് വേണം. ഒരു കലാകാരൻ്റെ കലാസിദ്ധിക്ക് പുറമേ അവന് ആവശ്യം വേണ്ടുന്ന ഗുണങ്ങളിൽ ഒന്ന് തന്നെയാണ് വിനയം. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു അധ്യായം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇതിന് ഞങ്ങൾ നൽകിയിരിക്കുന്ന പേര് ധാർഷ്ട്യത്തിൻ്റെ സെലിബ്രിറ്റി മുഖങ്ങളാണ്. ധാർഷ്ട്യത്തിൻ്റെ സെലിബ്രിറ്റി മുഖങ്ങൾ. ആ മുഖങ്ങൾ നമുക്കിനി വേണ്ട.